ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു രസം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. തക്കാളി രസമാണ്. അപ്പോൾ നമ്മൾ നോർമലാക്കി ഉണ്ടാക്കുന്നതൊക്കെ രസമല്ല, ഇതൊരു വെറൈറ്റി രീതിയിലുള്ള രസമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുള്ളവർ കാണും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മിക്ക സമയത്തും അമ്മ ഞങ്ങൾക്ക് ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 4 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് മുറിച്ചെടുക്കുന്ന സമയത്ത് അത് കണ്ടോ നന്നായിട്ട് ഇല്ലാതായിട്ടുണ്ട്. പിന്നെ ഞാൻ അതങ്ങെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അത് കളഞ്ഞിട്ടുണ്ട്, അതെടുക്കുന്നില്ല. കാരണം അഴിവേതൊക്കെ എടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാലോ, അങ്ങനെ ഞാൻ ആ കത്തി ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് അഴിവേക്ക് ഇരിക്കുന്നതല്ലേ, അപ്പോൾ അതൊന്ന് കഴുകാമെന്ന് വിചാരിച്ച് കഴുകിയിട്ട് വരുന്നതാണ്. പിന്നെ മുളക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തക്കാളിക്ക് അങ്ങ് 4ആയിട്ട് അങ്ങ് മുറിച്ചിടുന്നതേ ഉള്ളൂ കേട്ടോ, കഷ്ണമായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചത്. അങ്ങനെ മൊത്തത്തിൽ 5 തക്കാളിക്ക് എടുത്തില്ല, 4 തക്കാളിക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം അതില്ലാതായിപ്പോയി. പിന്നെ 2 പച്ച തക്കാളിക്ക് 2 പഴുത്ത തക്കാളിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. പിന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ നമ്മുടെ ഷോർട്ട് എന്ന് പറയുന്ന ആപ്പിലാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ ഫോണിലാണ് എടുക്കുന്നതിനും കുറച്ച് ചിലപ്പോൾ ക്ലാരിറ്റി കുറവൊക്കെ കാണും കേട്ടോ. എന്നാൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഫോണിലാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം. അങ്ങനെ തക്കാളിക്കെല്ലാം ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജാറെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് കഴുകണമായിരുന്നു, അവിടെ തലേദിവസം കഴുകി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നൊന്ന് കഴിവെടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ കഴിവെടുക്കാൻ വേണ്ടി പോയതാണ്. അതാണ് ഇത്രയും സമയം എടുത്തത് കേട്ടോ. പിന്നെ ഒരു തക്കാളിക്ക ഞാൻ കഴുകാൻ വേണ്ടി പോയതാണ് കേട്ടോ. തറയിലാണ്ട് വീഴാൻ വേണ്ടി പോയെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് ഞാൻ കഴുകാൻ വേണ്ടി പോയത്. അപ്പോൾ ഇത് ഫുള്ള് അരിഞ്ഞിരുന്നില്ലായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ജാറെടുക്കാനും പോകുന്നുണ്ട് കേട്ടോ. ഇതിലിടയ്ക്ക് കുറച്ച് സമയത്തൊക്കെ ജാറെടുക്കാൻ പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ജാറെടുക്കാൻ പോയ സമയത്തേക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോയിസ് നമ്മൾ കൊടുക്കുന്നില്ല, ആ സമയത്ത് മിസ്റ്റേക്കൊക്കെ വരാം. അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ 2 തക്കാളിക്ക് ഞാൻ അരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, 2 പഴുത്ത തക്കാളിക്ക് 2 പച്ച തക്കാളിക്കും പിന്നെ നമ്മുടെ ജാറ് കഴുകാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ തന്നെ അവസാനം ഒരു ഇതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് ഈ വീഡിയോ ഫുള്ള് കാണുന്നവരല്ലേ, ഈ വീഡിയോ ഒന്ന് ഫുള്ളൊന്ന് കാണണം കേട്ടോ. എന്നാൽ മാത്രമേ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിക്ക് ജാറിലോട്ട് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിക്കെല്ലാം നമ്മുടെ ജാറിലോട്ടൊന്ന് വാരിയിടുന്നുണ്ട്. പച്ച തക്കാളിക്കായാലും പഴുത്ത തക്കാളിക്ക് നമുക്കിത് അടിച്ചൊന്നും എടുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ എടുക്കുന്നവർ പഴുത്ത തക്കാളിക്ക് എടുക്കാനാണ് നോക്കണം കേട്ടോ. ഇവിടെ പച്ച തക്കാളിക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പഴുത്ത തക്കാളിക്ക് 3 ഉണ്ടായിരുന്നല്ലോ, അതിലൊരെണ്ണം ഇല്ലാതായി ഇപ്പോഴും ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ തക്കാളിക്ക് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിച്ച മരിയുടെ തക്കാളിക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കണം. പിന്നെ നമ്മുടെ മസ്റ്റായിട്ടുള്ള കാരണം നമ്മുടെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ഇടിച്ച് തഴച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക്. അല്ലെങ്കിൽ ആദ്യമൊക്കെ ജാറിലിട്ടാണ് കേട്ടോ അടിച്ചെടുത്തോണ്ടിരുന്നത്. പിന്നെ അത് ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് എളുപ്പം നമ്മൾ ഇടികല്ലുകൊണ്ട് ഇടിച്ചെടുക്കുന്നതാണ്. പിന്നെ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളകില്ലേ, കുരുമുളകാണ് ഇതിൽ മസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഞയ്യത്ത് പോയി കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ കിടപ്പുണ്ട്, കുറച്ച് ഉണങ്ങിയത് നിപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് പോയി എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ആശുപത്രിയിൽ പോയി വയ്ക്കണം. അപ്പോൾ അച്ഛന് കുടിക്കാനുള്ള വെള്ളം ഞാനിങ്ങനെ അനത്തി വയ്ക്കണം, ഫ്ലാസ്കിലോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നല്ല അനത്തിയ വെള്ളം ഇരുന്ന് കുറച്ച് ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ വീണ് അതൊക്കെ ഞാൻ തുടച്ച് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പോകുന്നത് നമ്മൾ കറിവേപ്പില പറിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അയ്യത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് കരിവേപ്പില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയി പറിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കരിവേപ്പില കുറച്ചൊന്നും എടുക്കണം, 1 തണ്ട് മതി കേട്ടോ. അങ്ങനെ അതെടുക്കുന്നുണ്ട്. അപ്പം നല്ലത് കരിവേപ്പിലയാണ്. ഇപ്പോൾ പുതിയ ലീഫൊക്കെ വന്നുകൊണ്ട് നന്നായിട്ട് നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്ന സമയത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടെ താമസക്കാർ നമ്മൾ വരുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് പോയി. അപ്പോൾ ആ 1 മാസം കൊണ്ട് ഇഷ്ടംപോലെ നല്ല ഇല കാച്ചി ഇപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ കറിക്കൊക്കെ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നതുകൊണ്ട് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ കടുക് വറുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് നമ്മൾ സവാള അഡ്ജസ്റ്റ് ചെയ്യാൻ സവാള എടുത്ത് അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുനുകുനാന്നൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം കടുക് വറുക്കാമെന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് കടുക്കെന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ, ഇവിടെ തീർന്നു പോയി കേട്ടോ. ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ അമ്മ എല്ലാ കാര്യത്തിനും കടുക് എടുക്കും കേട്ടോ. അങ്ങനെ കടുക് തീർന്നു. അപ്പോൾ അമ്മ വരുമ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കായപ്പൊടി ഇല്ലായിരുന്നു, അപ്പോൾ 2 അമ്മ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് വലിയ കായാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ അതിടുന്ന വീഡിയോസൊന്നും കാണിക്കുന്നില്ല, അത് ഞാൻ പിന്നെ അവസാനം ഇടുന്നത്. എന്ന് വെച്ചാലും നമ്മുടെ കായം ഇല്ലെങ്കിൽ രസം സൂപ്പറായിരുന്നു കേട്ടോ.
ഞാൻ വെച്ചോണ്ട് പറയല അടിപൊളി ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മുടെ മുളക് ഇതെല്ലാം കൂടെ ഇട്ട് ചതച്ച് വെച്ചാൽ ഞാനതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ആദ്യം തന്നെ ഇട്ട് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. നമ്മളിത് വയ്ക്കുന്ന സമയത്ത് രസം വയ്ക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുന്നത് ഇതിൻ്റെ ഗ്രേവികളെല്ലാം നമ്മുടെ ഈ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ മേലെ തെളിഞ്ഞ് വരണം, എന്നാൽ മാത്രമേ രസം വെച്ചാൽ നല്ല ഭംഗിയുള്ളൂ. അങ്ങനെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ രസത്തിനൊക്കെ നല്ല എണ്ണ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആണത്തുള്ളൂ. അങ്ങനെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി കേട്ടോ. നമ്മുടെ പിഴുപുളി, ഇവിടെ പിഴുപുളി എന്ന് പറയുന്നത് നമ്മളുടെ സാധാ മീൻ പുളി എന്നാണ് പറയുന്നത്. നമ്മളവിടെ ഈ പുളിയല്ലേ മീനിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ തീയൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചൂടത്ത് തന്നെ നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ അത് ഓഫ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് വരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ തക്കാളിക്ക് അരച്ച് വെച്ചിട്ട് നമ്മൾ അവസാനമാണ് കേട്ടോ ഒഴിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അപ്പുറത്ത് പോയി പറക്കിയിട്ട് വന്നതാണ്. അപ്പം കുരുമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം എണ്ണ രണ്ടാമത് നമുക്ക് കുറച്ചും കൂടി ഒഴിക്കണം കേട്ടോ. ഇതിന് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടു വന്ന സമയത്ത് എണ്ണയ്ക്ക് ആ ഒരു മയം ഇല്ലായിരുന്നു. പക്ഷേ ഒരു സ്പൂൺ മുളക് പൊടി എടുക്കുന്നുള്ളൂ. കാരണം ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടമുളക് ഇതൊക്കെ എല്ലാം കൂടെ പിരിമുളകാണ്. ഉണ്ടമുളക് ഏതൊരു മുളകൊക്കെ ഇട്ട് പൊടിച്ചതാണെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് നല്ല എരിയായിരുന്നു. ഒരു സ്പൂൺ ഇട്ടിട്ട് തന്നെ നല്ല എരി ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞായിരുന്നു. അച്ഛനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ എരി ഏറ്റവും കുറയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ 2-3 സ്പൂണൊക്കെ ഇടും കേട്ടോ. എനിക്ക് എരി മസ്റ്റാണ്, നല്ല എരി വേണം. എന്ത് ഫുഡ് കഴിച്ചാലും നല്ല എരി വേണം. അപ്പം ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈയ്യൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. എണ്ണ തണുത്തോന്നാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇട്ടപ്പോൾ തന്നെ നന്നായിട്ടില്ല ചുമന്ന മൂത്ത കളർ വന്നു. അപ്പോൾ എണ്ണയ്ക്ക് ചൂടുണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോൾ ചൂടൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത് ഞാനിതൊന്ന് ഫ്ലെയിം ഓണാക്കി വെച്ചൊന്ന് നമ്മുടെ കുറച്ചിട്ടിട്ട് ഒന്ന് തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നതുണ്ട്. ഇത് നമ്മുടെ എണ്ണയിൽ കിടന്ന് നമ്മുടെ എണ്ണ നന്നായിട്ട് മീതെ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല, നമ്മുടെ തക്കാളിക്ക് ഒഴിക്കുന്ന സമയത്ത് ആ തക്കാളിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ നല്ല നമ്മുടെ ഈ എണ്ണ വരണമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടോ. ഞാൻ അമ്മയെ ജസ്റ്റ് ഒന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് ചെയ്തിട്ട് ഒന്ന് എണ്ണ നല്ല മീതെ വരണം, എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പം ഞാനത് വരാൻ വേണ്ടിയിട്ട് വരട്ടി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ രണ്ടാമത് വീണ്ടും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത്. കാരണം ഞാൻ ഇത് വെച്ചിട്ട് പോയിട്ട് വന്ന സമയത്ത് അപ്പുറത്ത് അരി അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീ കത്തിക്കാൻ വേണ്ടി പോയിട്ട് വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുളി പൊഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുളി പുഴിഞ്ഞതുണ്ടല്ലോ, അത് ഞാൻ പുഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നിട്ട് വെള്ളത്തിയിട്ട് കുതിർത്ത് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പുഴിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ രസത്തിന് മസ്റ്റായിട്ട് വേണ്ട രണ്ടാമത്തെ കാര്യമാണ് പുളി ഇല്ലെങ്കിൽ രസമാവത്തില്ല. അപ്പം പുളി എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ തക്കാളിക്കൊക്കെ ചതച്ചല്ലേ ഇടുന്നത്. അപ്പം കുറച്ച് പുളി ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് പുളി വെള്ളം വേണം, പുളി ഒഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുളി പുഴിഞ്ഞ് വെച്ച് ഞാൻ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടെ മൂത്ത് വരാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഉപ്പിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഉപ്പ് വാരി ഇട്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ കുറച്ചിട്ടിട്ടുണ്ട്. ഞാനിവിടെ എപ്പോൾ ഉപ്പിട്ടാലും കൂടിപ്പോകും. അപ്പം ഞാൻ ഒരളവിലാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് ഞാനത് കഴിച്ച് നോക്കി കേട്ടോ. നമ്മൾ തോനെ ഓവറായിട്ട് വെള്ളം വീഴ്ത്തില്ല കേട്ടോ. ഇത് നല്ല കുറുകുറാന്നിരിക്കണം ഈ രസം. അപ്പോൾ എന്തായാലും ടേസ്റ്റ് കാണത്തുള്ളൂ. ഓവറായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചാൽ നമ്മൾ അത് കൊള്ളത്തില്ല. ഈ രസമാണ് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. ചോറ് തിന്നെ ഈ ചോറും ഈ രസവും മാത്രം നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അമ്മ വന്ന സമയത്ത് കറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കറി വെച്ചിട്ടുള്ളൂ. പിന്നെ അമ്മ തോരനും മെഴുക്കുവരട്ടിയൊക്കെ അമ്മ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രസം വെച്ച് ചോറും വെച്ചിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് 2 പടി ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും പുളിയൊക്കെ ഒന്നും കൂടെ പുഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര വെള്ളം മതി. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വറ്റിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമുക്കിത് 2 ദിവസത്തിൽ കൂടുതൽ കൂട്ടാൻ കേട്ടോ ഈ കറി. 2 ദിവസത്തിൽ കൂടുതൽ കൂട്ടാം. അല്ലെങ്കിൽ ചില രസമൊക്കെ നമ്മൾ വെച്ചിട്ട് 2-3 ദിവസത്തിലും സാധാ രസം കൂട്ടല്ലേ. അപ്പോൾ ഇത് 2 ദിവസം കൂട്ടാൻ കേട്ടോ. 2 ദിവസം എന്ന് വെച്ചാൽ അത്രയും ദിവസത്തിലിരുന്നാൽ രാവിലെ പിറ്റേ ദിവസത്തെ പഴിഞ്ഞൊക്കെ കുടിക്കുന്ന സമയത്തൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എളുപ്പമുള്ള ഡിഷാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കുഞ്ഞുവാവയുടെ ഒരു പോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ. അപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ ഇന്ന് രാവിലെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ആരെന്ന് പോലും അറിയത്തില്ല, എന്നാലും എനിക്കിത് കണ്ടപ്പം ഒന്ന് പോസ്റ്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുമല്ലേ. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. എത്രയ്ക്ക് അവസ്ഥപ്പെടുന്നുകൊണ്ടായിരിക്കും അവർ ഈ പോസ്റ്റ് ഇട്ടത്. പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.